നമസ്കാരം. പ്രേമലു എന്ന സിനിമയുടെ റിവ്യൂ ആണ്. രാവിലെ കണ്ട അന്വേഷിപ്പിൻ കണ്ടെത്തും പോലെയുള്ള വൈബുള്ള സിനിമയല്ല പ്രേമലു. ഗിരീഷ് ഷെഡിയുടെ സിനിമയാണ്. എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചുല്ലസിച്ച് കണ്ട സിനിമയാണ്. കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് അതിനകത്തെ കോമഡി പാർട്ട് നല്ല രീതിയിൽ വർക്കായി. പിന്നെ ഗിരീഷ് ഷെഡിയുടെ സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു സംഭവമുണ്ട്. അതിനകത്ത് പ്രണയമുണ്ട്. ആ ഒരു പ്രണയത്തിനകത്ത് ലോജിക്ക്, പക്വത അങ്ങനെയുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഹൈസ്കൂൾ ചിന്താഗതിയിലുള്ള പ്രണയമാണ് ഗിരീഷ് ഷെഡിയുടെ സിനിമയിൽ എപ്പോഴും ഉള്ളത്. അതൊരിക്കലും എന്താ പറയുന്നത്, ട്രെൻഡ് ഔട്ട് ആവുന്ന ഒരു സംഗതിയല്ല. അത് എപ്പോൾ കണ്ടാലും നമുക്ക് കോമഡി തോന്നും, ചില ക്രിഞ്ചൊക്കെ അടിക്കും, എന്നാലും ആസ്വദിക്കാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ പ്രേമലു അതിലേക്ക് വരുന്ന സമയത്ത് മാറ്റമില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രണയം ഹൈസ്കൂളിലാണ് എന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഗിരീഷ് ഷെഡി ആദ്യം പ്രേമിച്ചു തുടങ്ങിയത് തണ്ണീർമത്തൻ ദിനങ്ങളിൽ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ ശരണിയിലേക്ക് വരുമ്പോഴത്തേന് അവർ കോളേജിലെത്തി. പ്രേമലുവിലേക്ക് വരുമ്പോഴത്തേന് ഗിരീഷിന്റെ കഥാപാത്രങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ കയറി. ഇനിയിപ്പോൾ ഗിരീഷിന്റെ അടുത്തുനിന്ന് വരുന്ന സിനിമ ഒരു മായാനദി പോലുള്ള ഒരു സിനിമ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ കഥാപാത്രം ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്, അയാൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കും ഗിരീഷിന്റെ അടുത്ത സിനിമയിൽ. എന്താണെങ്കിലും ഈ കഥാപാത്രങ്ങളുടെ പ്രായം, സാഹചര്യം, കാര്യങ്ങളൊക്കെ മാറിയാലും പ്രണയത്തിന്റെ പക്വത ഗിരീഷിന് എന്നും ഒന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഗിരീഷിന്റെ കയ്യിൽ കുറച്ച് പിള്ളേരുണ്ട്. ഗിരീഷിന്റെ പിള്ളേർ ഭയങ്കര രസമാണ്. അവരേത് സിനിമയിൽ വന്നാലും അവർക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് അങ്ങോട്ട് ചെയ്യും. നെസ്ലിനൊക്കെ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴത്തേന് വേറെ റേഞ്ചിലുള്ള പെർഫോമൻസ് ആണ്. പിന്നെ മാത്യുവിന് ഒരു സ്പേസ് കിട്ടിയില്ല. മാത്യു ഇപ്പം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. മാത്യുവിന് വയ്യ. അശ്വന്ത് വോക്കിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്യുവിന് വയ്യ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേന് അവരുടെ ഒരു ടീം, അവരുടെ ഒരു അപ്രോച്ച്, ആ ട്രീറ്റ്മെന്റ് അടിപൊളിയാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മളിത് ഹൃദയലു ആണോ എന്നൊക്കെ ആലോചിച്ചു. അല്ല, ഹൃദയലു അല്ല. ഹൃദയലുവിന്റെ ഒരു സ്പൂഫ് പോലെയുള്ള തുടക്കം സമ്മാനിച്ച് പിന്നീട് പല ചിത്രങ്ങളുടെയും കുറേയധികം മുഹൂർത്തങ്ങളൊക്കെ ഒരു സ്പൂഫ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു ടോട്ടൽ പാക്കേജാണ്, ഒരു ഫൺ പാക്കേജാണ് പ്രേമലു. പ്രേമലു എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഹൈദരാബാദിൽ നടക്കുന്ന ഒരു പ്രേമം. എന്ത് രസമായിട്ടാണ് അവർ ആ ഒരു പാക്കേജ് ഉണ്ടാക്കുന്നത്. നമുക്കതിനകത്ത് വലിയ ഭീകരമായിട്ടുള്ള ചർച്ചയ്ക്ക് വകയുള്ള സംഗതിയൊന്നുമില്ല. ഗിരീഷ് ഷെഡിയുടെ സിനിമയുടെ പ്രത്യേകത അങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര കാൽപ്പനികമായിട്ടുള്ള അതിരുകളില്ലാത്ത അടിച്ച് പൊളിച്ച് ഫ്രണ്ട്ഷിപ്പ്, പ്രണയമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണല്ലോ. വേറൊന്നുമില്ല. എന്ത് രസമാണ് ആ ഒരു ലൈഫ്. ഈ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത്, ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു പഴയ കാലത്തെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിക്കും. ഇത് കഴിയുന്ന ഒരു ഫേസിലേക്ക് വരുമ്പോൾ മായാനന്ദി ആവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതാണ് ആ ഒരു സിനിമയുടെ മൂഡ്. നല്ല രീതിയിൽ കണ്ട് കോമഡിയൊക്കെ ആയിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ ഹൃദയം പോലെയുള്ള സിനിമകൾ, സൂപ്പർ ശരണ്യ പോലെയുള്ള സിനിമകൾ, തണ്ണീർമത്തൻ സിനിമകളൊക്കെ ക്രിഞ്ചാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഏരിയയിലേക്ക് അടുക്കണ്ട. കാരണം അങ്ങനെയുള്ളൊരു വൈബുള്ള സിനിമയാണ്. അയ്യോ, പറഞ്ഞപ്പോൾ നീണ്ടുപോയി. ഗിരീഷ് ഷെഡി, കിരൺ ജോസി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ എഴുത്തൊക്കെ ചെയ്തിരിക്കുന്നത്. കോമഡിയൊക്കെ ഭയങ്കര രസമാണ്. സംഭാഷണങ്ങളാണ് ഇവരുടെ സിനിമകളിലെ പ്രത്യേകത. നെസ്ലിനൊക്കെ പറ്റിയ സംഭാഷണങ്ങൾ എഴുതി കൊടുക്കാനായിട്ട് ശരിക്കും ഇവരുടെ ആ ഒരു ടീമിനെ പറ്റത്തുള്ളൂ. അത് അനായാസമായിട്ട് പിള്ളേർ കൈകാര്യം ചെയ്യും. ഇനി ബാക്കി കഥാപാത്രങ്ങളുടെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സെറ്റാണ്. എന്താണോ വേണ്ടത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന മികച്ച പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശ്യാമിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മറ്റേ ജസ്റ്റ് കിഡിങ് കോമഡികളൊക്കെ പറയുന്ന, എവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറിനെ, ഒരു പുതുമയുള്ള ഒരു ക്യാരക്ടറിനെ ഭംഗിയായിട്ട് ശ്യാം ഈ ഒരു സിനിമയിൽ നമുക്ക് കാട്ടി തന്നു. ശ്യാമിനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പല വെബ് സീരീസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ശ്യാമിനെ അറിയാം. ശ്യാമിനെ കിട്ടിയ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ തോന്നിയത്. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ശ്യാം പുഷ്കറിനൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. മമിത ബൈജു നല്ല രസമുള്ള കഥാപാത്രമാണ്. എന്ത് അനായാസമായിട്ടാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതേപോലെ സംഗീത് ഒരു രക്ഷയില്ല. മച്ചാൻ്റെ എക്സ്പ്രഷനും ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ടല്ലോ. നെസ്ലിനൊപ്പം നിന്നിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അത് അവരെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സംഗീതിൻ്റെ കുറേയധികം ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പല വർക്കിലും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഖില ഷോർട്ട് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വെബ് സീരീസിൽ കണ്ടിട്ടുണ്ട്, സിനിമയിലും ഞാൻ വിട്ടുപോയതാണ്, സിനിമയിലുണ്ടായിരിക്കും. അഖിലയുടെ കഥാപാത്രം നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഖിലയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ മീനാക്ഷിയുടെ ക്യാരക്ടർ പിന്നെ അതിനകത്ത് വേണം എന്നാൽ വേണ്ട എന്നാൽ വേണം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതും രസമാണ്. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. നമുക്കങ്ങനെ വേണ്ടാത്ത ക്യാരക്ടറുകൾ എന്നുള്ള രീതിയിലേക്ക് ഒന്നും തോന്നിയില്ല. ഇതാണ് കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. സിനിമാറ്റോഗ്രാഫി അജ്മൽ അറിയാം, നല്ല രസമുള്ള ഫ്രെയിംസാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട സംഭവങ്ങളല്ല. അവരൊക്കെ ആ ഒരു സിനിമയുടെ ടോട്ടൽ മൂഡിനനുസരിച്ചിട്ട് ഫ്രെയിംസ് വയ്ക്കുന്ന ആളുകളാണ്. അവിടെ നമുക്ക് ഇങ്ങനെ സിനിമാറ്റോഗ്രാഫി മുഴച്ച് നിൽക്കുന്ന ഫീലൊന്നുമില്ല. അതേപോലെ തന്നെയാണ് എഡിറ്റിങ്, ആകാശാണ്, അതും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധാനം വിഷ്ണു വിജയ്,
അതും പിന്നെ ഈ പാക്കേജിന് ആപ്റ്റാണ്, നൈസായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഞാൻ നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച ഒരു സിനിമയാണ്. ചിത്രത്തിൻ്റെ തുടക്കമൊക്കെ കണ്ട സമയത്തുണ്ടല്ലോ, ആദ്യ കാൽ ഭാഗം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഗിരീഷ് ഏടിയനെ ഇപ്പോൾ വല്ല റിയലിസ്റ്റിക് ആയിട്ട് പിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണോ, ഇതൊരു റിയലിസ്റ്റിക് ഹൃദയമായി വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീട് പുള്ളിക്കാരൻ നേരെ ട്രാക്കിലേക്ക് വന്നു. ഗിരീഷ് ഏടി പ്രണയങ്ങൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് പൂണ്ട് വിളയാടുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്ത് ലോജിക്കൊന്നും നോക്കരുത്. ഇത് നമ്മുടെ പകൽക്കിനാവിലെ പ്രണയമൊക്കെയാണ്. അങ്ങനെയൊക്കെ അങ്ങ് ഒരു കാലത്ത് നമ്മളിങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റേ ടീനേജേഴ്സും യങ്സ്റ്റേഴ്സൊക്കെ ഇങ്ങനെയാണ് പ്രണയം എന്ന് വിചാരിക്കരുത്. ഇത് നമ്മളുടെ പകൽക്കിനാവിലെ പ്രണയമാണ്. ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അത് നല്ല രീതിയിൽ ആസ്വദിക്കുക. അടിപൊളിയാണ് അതിൻ്റെ മൂഡും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഭാവിയിൽ കാണുന്ന സമയത്ത് കണക്റ്റ് ആവും. നമ്മുടെ ആ ഒരു കാലഘട്ടം ഓർത്തിട്ട് നമുക്ക് നമ്മളോട് ക്രിഞ്ച് തോന്നും. അതേപോലെ നമ്മുടെ ആ ഒരു കാലഘട്ടം നമുക്ക് മിസ്സാവും. അതേപോലെ ആ ഒരു കാലഘട്ടത്തിലെ ചില മണ്ടത്തരങ്ങൾ പിന്നീട് ജീവിതത്തിൽ ഒരു പാഠമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നൈസ്. ഇങ്ങനെയുള്ള സിനിമകളും വേണം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിരിക്കും ലൈഫ്. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.